തുർക്കിയെ ബഹിഷ്കരിച്ചുകൊണ്ട് ഇന്ത്യൻ ബേക്കേഴ്സ് ഫെഡറേഷൻ തുർക്കിയിൽ നിന്നുള്ള ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ്, ജെൽ തുടങ്ങിയ അസംസ്കൃത വസ്തുക്കൾ ഇറക്കുമതി ചെയ്യില്ല എന്നാണ് നിലപാട്. പി വസന്ത് നൽകിയ വിവരങ്ങൾ. വസന്ത്, അപ്പോൾ കൂടുതൽ കർശന നടപടികളിലേക്ക് എല്ലാ ഭാഗത്തു നിന്നും വിവരങ്ങൾ വരികയാണല്ലേ? പ്രതീക്ഷ, ഇപ്പോൾ ഇന്ത്യൻ ബേക്കേഴ്സ് ഫെഡറേഷനാണ് ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. അതായത് തുർക്കിയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ, അതായത് ബേക്കറി ഉൽപ്പന്നങ്ങൾക്കായി ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളൊന്നും തന്നെ ഇറക്കുമതി ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ്. ഡ്രൈ ഫ്രൂട്ടുകൾ, നട്ട്സുകൾ, അതോടൊപ്പം തന്നെ ജെല്ലുകൾ, ഫ്ലേവറുകൾ, അതോടൊപ്പം തന്നെ അഡിറ്റീവ് പ്രോഡക്ട്സ് ഇവയൊന്നും തന്നെ വാങ്ങിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനം. അതോടൊപ്പം തന്നെ ഈ മെഷീനിങ്ങും അതുപോലെ പാക്കേജിംഗ് വസ്തുക്കളും തുർക്കിയിൽ നിന്നും ഇറക്കുമതി ചെയ്യേണ്ടതില്ലെന്ന് ബേക്കേഴ്സ് ഫെഡറേഷൻ ദേശീയ സെക്രട്ടറി പോൾ മാത്യു അറിയിച്ചിരിക്കുന്നു. മാത്രമല്ല, ഇന്ത്യയിൽ നിന്നും ഇത്തരം എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് എന്നാണ് പോൾ മാത്യു അറിയിച്ചിട്ടുള്ളത്. ബസന്ത്, ഇതിനോടകം തന്നെ ടൂറിസം മേഖലയിലായാലും ഒക്കെ തന്നെ വലിയ തിരിച്ചടികൾ തുർക്കിക്ക് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാന് നൽകിയ പിന്തുണയിലൂടെ. അപ്പോൾ ഏതൊക്കെ മേഖലയിലടക്കം നമ്മളിപ്പോൾ ഒരു താക്കീത് എന്ന നിലയിൽ നമ്മൾ നടപടികൾ കർശനമാക്കിയിട്ടുണ്ട് ബസന്ത്? പ്രധാനമായും വിനോദസഞ്ചാര മേഖലയായിരുന്നു ഇന്ത്യയിൽ നിന്നുമുള്ളത്. അത് ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണം വലിയ തോതിൽ കുറഞ്ഞിരിക്കുന്നു. ബുക്കിങ്ങുകളൊക്കെ തന്നെ റദ്ദാക്കുന്ന ഒരു സാഹചര്യം, ഫ്ലൈറ്റ് ടിക്കറ്റുകളും റദ്ദാക്കിയ ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇതിന് പുറമെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ബേക്കറി ഉൽപ്പന്നങ്ങളുടെ ഒരു സോഴ്സിങ്ങും തുർക്കിയിൽ നിന്നായിരുന്നു. അതായത് അസംസ്കൃത വസ്തുക്കൾ, അതായത് ഡ്രൈ ഫ്രൂട്ട്സ്, പ്രധാനമായും ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സുമാണ്. ഇപ്പോൾ നമ്മോടൊപ്പം പോൾ മാത്യു, ബേക്കേഴ്സ് ഫെഡറേഷന്റെ പ്രതിനിധിയുണ്ട്. ശ്രീ പോൾ മാത്യു, എത്രത്തോളം അളവിൽ നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ്, മറ്റേ ബേക്കറി ഐറ്റംസ് ഒക്കെ തന്നെ ഇന്ത്യയിലേക്ക് ഈ തുർക്കിയുടെ ഭാഗത്തു നിന്നും സ്വീകരിക്കുന്നുണ്ട്? നമ്മുടെ ഈ നിലപാട് ഈ സാഹചര്യത്തിൽ അറിയാമല്ലോ. കാരണം ഇന്ത്യയിലൊട്ടൊക്കെ നമുക്ക് പാകിസ്ഥാന് ഒപ്പം നിൽക്കുന്ന തുർക്കിക്ക് ശക്തമായ താക്കീത് നൽകുക എന്ന രാജ്യത്തിനൊപ്പം നിന്നുകൊണ്ടുള്ള നടപടിയാണ് നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിലയിൽ എത്രത്തോളം താക്കീത് ഇതുവഴി നിങ്ങളുടെ സംഘടനയ്ക്ക് നൽകാൻ കഴിയുന്നുണ്ട്? ഇത് നമ്മുടെ ഇന്ത്യൻ ബേക്കേഴ്സ് ഫെഡറേഷൻ എല്ലാ സ്റ്റേറ്റ്സിലുള്ള ബേക്കറി ഓണേഴ്സിന്റെ നാഷണൽ ബോഡിയാണ്. അപ്പോൾ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ്, അതുപോലെ മെഷീനറി, അതുപോലെ തന്നെ ഇംപ്രൂവേഴ്സ്, ബ്രെഡിൽ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ്, അങ്ങനെ പല രീതിയിലുള്ള റോ മെറ്റീരിയൽസ് നമ്മൾ ബേക്കറി ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് തുർക്കിന് നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് സംഭവിക്കുന്നതാണ് ഡ്രൈ ഫ്രൂട്ട്സ് മുതലായ മെഷീനറി മുതലായ കാര്യങ്ങൾ. ഇത് ഈ ബോയ്ക്കോട്ട് കാരണം കൊണ്ട് നല്ല രീതിയിലൊരു ഇമ്പാക്ട് നമുക്ക് ഈ നമ്മളുടെ ഇൻഗ്രീഡിയൻസിൽ തന്നെ വരുത്താൻ പറ്റുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ നമ്മൾ ഓൾ ഓവർ ഇന്ത്യ നമ്മളുടെ എല്ലാ ബേക്കറി ഓണേഴ്സിനോടും ഉള്ള ഒരു റിക്വസ്റ്റ് ആണ്, ഇപ്പൊ നമ്മളുടെ എല്ലാ എല്ലാ ഇൻഗ്രീഡിയൻസ് ടെസ്റ്റ് ചെയ്യുന്നത് തുർക്കിയുടെ പ്രൊഡക്ട്സ് എല്ലാം അവോയ്ഡ് ചെയ്യാൻ, ബോയ്ക്കോട്ട് ചെയ്യാനുള്ള എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് നമ്മളിപ്പോൾ റേസ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ പറയുന്ന നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, ജെൽ, ഇതൊക്കെ അല്ലാതെ നമ്മൾ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും മറ്റ് ഐറ്റംസ് എന്തെങ്കിലും ഇറക്കുമതി ചെയ്യുന്നുണ്ടോ? മിഷനറി വൺ ഓഫ് ദി മേജർ ഫാക്ടേഴ്സ് ആണ്, മേജർ സൈഡ് ഓഫ് ദി ഇമ്പോർട്ടൻസ്. അപ്പൊ അത് നമ്മളിപ്പോ എടുക്കുന്ന നിലപാട് കൊണ്ട് അവർക്ക് നല്ലൊരു താക്കീത് തന്നെ ഉണ്ടാകും. യെസ്. ഇത് നമ്മുടെ ഭാരതമായിട്ടുള്ള ഒരു സോളിഡാരിറ്റിക്ക് വേണ്ടിയിട്ട് ആസ് എ നാഷണൽ ബോഡി നമ്മൾ എടുക്കുന്ന ഒരു കോൺഷ്യസ് ഡിസിഷൻ ആണ്. ഇതുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് ഒരു തുർക്കിക്ക് ഒരു ഇമ്പാക്ട് ഉണ്ടാവുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. പകരം നമുക്ക് മറ്റിടങ്ങളിൽ നമുക്ക് എന്തായാലും അത് റെക്ടിഫൈ ചെയ്യാനും പറ്റും. സോറി, നമുക്ക് ഈ പകരം തുർക്കിയിൽ നിന്ന് വന്നില്ലെങ്കിൽ വേണ്ട, പകരം നമുക്ക് മറ്റ് ഇടങ്ങളിൽ നിന്നൊക്കെ വരുത്താനുള്ള സാഹചര്യമുണ്ട്. അതെ. ഓൾവേസ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ തന്നെ മേജർ ആയിട്ടുള്ള സെൽഫ് റിലയബിലിറ്റി എന്നുള്ള മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ള അതാണല്ലോ നമ്മുടെ മേജർ മോട്ടോ. അപ്പോൾ അതിന് ഒരു അഡീഷണലി നമുക്കൊരു പോസ്റ്റ് കൊണ്ടുവരാനും പറ്റും. ഈ ഇങ്ങനത്തെ ഒരു ബോയ്ക്കോട്ട് ചെയ്യുന്ന കാരണം കൊണ്ട് നമുക്ക് റിലയബിലിറ്റി നമ്മളുടെ തന്നെ ഓൺ റിലയബിൾ ആവാനും പറ്റും നമുക്ക്. തീർച്ചയായും വളരെ നന്ദി ശ്രീ പോൾ മാത്യു, ബേക്കേഴ്സ് ഫെഡറേഷന്റെ പ്രതിനിധിയാണ് നിലപാട് അറിയിച്ചത്. അപ്പോൾ തുർക്കിക്കുള്ള ഇന്ത്യയുടെ ശക്തമായ സന്ദേശം അത് എല്ലാ മേഖലകളിൽ നിന്നും, പല കോണുകളിൽ നിന്നും ഇപ്പോൾ നടപടികളായി വന്നുകൊണ്ടിരിക്കുകയാണ്.